ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മ എപ്പോഴും എതിർ പാർട്ടിക്കാർക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും ഒരു സംസാര വിഷയം തന്നെയാണ്. പല കാര്യങ്ങളും തുടങ്ങിവെക്കുകയും എന്നാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നയാളാണെന്നാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പലപ്പോഴായി പലരും പറഞ്ഞു കേൾക്കുന്നത്. സീസൺ പൊളിറ്റിക്സ് ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വിനോദമെന്നും ആരാധകർ രാഗ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന അദ്ദേഹം ഒരു അഹങ്കാരിയാണെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്താണ് വോട്ട് ചോരി വിവാദം കുത്തിപ്പൊക്കി രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ തന്നിലേക്ക് അടുപ്പിച്ചത്. എന്നാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പട്ടായയ്ക്ക് ടൂർ പോയെന്നും പിന്നീട് കേൾക്കുകയുണ്ടായി. ഇപ്പോഴിതാ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണിപ്പോൾ. ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുകയും ചിലതിൽ അടുത്ത് നടക്കാനിരിക്കുകയുമാണ്. ഈ സമയത്ത് രാഹുൽ ഗാന്ധി എവിടെ പോയെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിനും ഇന്ത്യ മുന്നണിക്കും നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താത്തത് പല രാഷ്ട്രീയ കക്ഷികൾക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെ സംസ്ഥാനത്ത് എത്താത്തത് DMK സഖ്യത്തിന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം NDA സഖ്യത്തിന്റെ പ്രചാരണം ശക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും അടക്കമുള്ളവർ തമിഴ്നാട്ടിലെ വിവിധ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് പ്രചാരണ രംഗത്ത് കോൺഗ്രസ് പിന്നിലാകുന്നു എന്ന വിലയിരുത്തലുകൾ ഉയരുന്നത്. എന്നാൽ ഈ ആശങ്കകളൊന്നും രാഹുൽ ഗാന്ധി അറിയുന്നുണ്ടോ എന്ന് പോലും നിശ്ചയമില്ലെന്നും പറയുന്നവരുണ്ട്. DMK പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം ശക്തമായ പ്രചാരണം നടത്തുകയാണെങ്കിലും ദേശീയ തലത്തിലുള്ള നേതൃസാന്നിധ്യം ഇല്ലാത്തത് പ്രവർത്തകരിൽ നിരാശ സൃഷ്ടിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം സഖ്യത്തിന് പുതുജീവൻ നൽകുമെന്നാണ് DMKയും കോൺഗ്രസും ഒരുപോലെ പറയുന്നത്. എന്നാൽ പ്രചാരണത്തിന് ഇനി 11 ദിവസം മാത്രം ശേഷിക്കെ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ടെന്നതും സത്യമാണ്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം പക്ഷാഭേദത്തോടെയാണെന്നാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാഹുൽ ഗാന്ധി എപ്പോഴും കേരളം, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതെന്നും നിർണായക സമയങ്ങളിൽ പോലും തമിഴ്നാടിനെ അവഗണിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നതെന്നുമാണ് ചിലരുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം സമീപനങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും പക്വത കുറവുണ്ടെന്ന കാര്യം വീണ്ടും വീണ്ടും ചർച്ചയാകുന്നത്. എതിർ പാർട്ടിക്കാർ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും ഇതേ പരാമർശം നടത്താറുമുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നേരിടുന്ന വിമർശനങ്ങൾ. തിരഞ്ഞെടുപ്പ് കാലയളവിലും അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാകുന്ന ഘടകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണയും പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അതേ വിമർശനങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇടംതിരിഞ്ഞു നിൽക്കുന്നത് DMK കോൺഗ്രസ് ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ചത്രയും സീറ്റുകൾ ലഭിക്കാതിരുന്നതാണ് രാഹുൽ ഗാന്ധിയെയും തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ചൊടിപ്പിച്ചതെന്നും കേൾക്കുന്നു. 1996 40 സീറ്റുകൾ നൽകിയിരുന്ന കോൺഗ്രസിന് 2021 25 സീറ്റായി കുറച്ചത് ഇത്തവണ 28 നിശ്ചയിച്ചതും ചർച്ചയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും MK സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ പൊതുയോഗം ഉടൻ സംഘടിപ്പിക്കുമെന്നാണ് സഖ്യ നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഈ യോഗം സഖ്യത്തിന്റെ ഐക്യം ശക്തമായി പ്രകടിപ്പിക്കാനും പ്രചാരണത്തിന് പുതുഊർജ്ജം നൽകാനും സഹായിക്കുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രവർത്തകരുടെ പ്രതീക്ഷകൾ സഫലമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.